അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ടവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായി വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ സൂറ റഹ്മാൻ 18 ആയത്തുകളാണ് ഇതുവരെ പഠിച്ചത്. ഈ സൂറത്ത് പ്രധാനമായിട്ടും അള്ളാഹുവിൻ്റെ അർ-റഹ്മാൻ എന്ന വിശേഷണം സ്വഭാവത്തെ പരിചയപ്പെടുന്നതാണ് ഈ സൂറത്തിൻ്റെ എല്ലാ ആയത്തുകളും. അപ്പോൾ റഹ്മത്ത് എന്താണ്, റഹ്മത്ത് എന്നാണ് ഈ ആയത്തുകൾ പരിചയപ്പെടുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഇതുവരെ 5 ഉദാഹരണങ്ങളാണ് അള്ളാഹു പറഞ്ഞത്. അതിലൊന്ന് അറിവാണ്. റഹ്മത്തിൻ്റെ ആദ്യത്തെ ഉദാഹരണമായി അള്ളാഹു പറയുന്നത് അറിവ്, അല്ലമൽ ഖുർആൻ അല്ലമഹുൽ ബയാൻ. രണ്ടാമത് സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിൻ്റെ വ്യവസ്ഥ, കണക്ക്, അതാണ് മീസാൻ, ഹുസ്ബാൻ, സുജൂദ് ഒക്കെ പറഞ്ഞത് ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. മൂന്നാമത് ഈ വ്യവസ്ഥ തന്നെ ഭൂമിയിലെ ജീവിതം സാധ്യമാക്കുന്നു. എന്ന് വെച്ചാൽ അള്ളാഹു ഇത്രയും കണക്കാക്കി വെച്ചത് വേറെ എന്തിനോ അല്ല, നമ്മുടെ ജീവിതം സാധ്യമാക്കുന്ന രീതിയിലാണ് ഓരോ കണക്കും സെറ്റ് ചെയ്തത്. അതാണ് മൂന്നാമത്തത്. നാലാമത്തത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് തന്നെ ഈ പ്രപഞ്ചത്തിലെ പദാർത്ഥങ്ങൾ കൊണ്ടാണ്. എന്ന് വെച്ചാൽ നിസ്സാരതയിൽ നിന്നും മനുഷ്യനെന്ന ചിന്തിക്കുന്ന ഒരു അത്ഭുതത്തെ അള്ളാഹു ഉണ്ടാക്കി എന്നുള്ളതാണ്. അഞ്ചാമത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് റബ്ബ് എന്നുള്ളതാണ്. അള്ളാഹിൻ്റെ അർ-റഹ്മാൻ്റെ സിനോണിം, അള്ളാഹിൻ്റെ തന്നെ ഒരു നാമം റബ്ബ് എന്നുള്ള റബ്ബ് റഹ്മത്തിൻ്റെ ഭാഗമായിട്ട് റബ്ബുക്ക, നിങ്ങളുടെ റബ്ബ് എന്ന് പറയുന്നത്. ഇന്നത്തെ ഇനിയുള്ള ആയത്തുകൾ 19 മുതൽ 25 വരെയുള്ള ആയത്താണ് ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് പഠിക്കുക. ഇത് മറ്റൊരു ഉദാഹരണമാണ്. അള്ളാഹു നമ്മളെ, ഞാൻ തുടക്കത്തിൽ ഈ സൂറ റഹ്മാൻ്റെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അർ-റഹ്മാൻ, സൂറ റഹ്മാൻ ഒരു കുറച്ചെങ്കിലും നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ കുറേ കൂടെ ഒരു സയൻസ്, ശാസ്ത്രം, പ്രപഞ്ചത്തിൽ നടക്കുന്നതിൻ്റെ പിന്നിൽ എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിച്ചാലേ ഈ ആയത്തുകൾ തന്നെ മനസ്സിലാവുള്ളൂ. അപ്പം അങ്ങനെ അള്ളാഹു ഈ പ്രപഞ്ചത്തിലെ മറ്റൊരു മേഖലയിലേക്ക് അള്ളാഹു നമ്മളെ കൊണ്ടുപോവുകയാണ്. 19-ാമത്തെ ആയത്ത് മറജൽ ബഹ്റൈനി യൽതഖിയാൻ. മറജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സ് ചെയ്യാന്നാണ്, മേർജ് ചെയ്യുക. ഇപ്പം 2 കാര്യങ്ങൾ തമ്മിൽ കൂടിച്ചേരുക, പരസ്പരം ലയിക്കുക എന്ന അർത്ഥമാണ് മറജ് എന്നുള്ളത്. അപ്പം മറജൽ ബഹ്റൈൻ, ബഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിനും പറയും നദിക്കും പറയും, സീ, റിവർ എല്ലാത്തിനും പറയും, ഓഷ്യൻ. അപ്പം ബഹ്റൈൻ എന്ന് പറഞ്ഞാൽ 2 കടലുകളെ എന്ന് പറഞ്ഞാൽ ഇതിവിടെ റിവറും സീയുമാണ്, നദിയും കടലുമാണ്. മറജൽ ബഹ്റൈനി യൽതഖിയാൻ എന്ന് പറഞ്ഞാൽ ലിഖാ എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുന്നതിനാണ് പറയുക, മീറ്റ് ചെയ്യുന്നതിന്, ഒരാളെ പരസ്പരം അഭിമുഖീകരിച്ചിരിക്കുന്നതിന് ലിഖാ എന്ന് പറയും. യൽതഖിയാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു 2 കടലുകളെ അവർ തമ്മിൽ കൂടിച്ചേരത്തക്ക വിധം അയച്ചു വിട്ടിരിക്കുന്നു എന്നാണ്. ബറജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിച്ചേരാൻ വേണ്ടിയിട്ട് അള്ളാഹു എന്ത് ചെയ്തിരുന്നു, അയച്ചു വിട്ടിരിക്കുന്നു. ബഹ്റൈൻ നദിയെയും കടലിനെയും യൽതഖിയാൻ കൂടിച്ചേരാൻ വേണ്ടി അയച്ചു വിട്ടിരിക്കുന്നു. ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് ഇൻഷാ അല്ലാഹ് വരാം. ബൈനഹുമ ബർസഖുൻ ലാ യബ്ഗിയാൻ. ബൈനഹുമ, അവ രണ്ടിനുമിടയിൽ ബർസഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വസ്തുക്കളെ വേർതിരിക്കുന്ന വിഭജനത്തിന് പറയാണ് ബർസഖ്. ഇപ്പം മരണത്തിൻ്റെയും പരലോകത്തിൻ്റെയും ഇടയിലുള്ള വിഭജനമാണ് എന്ത്, ബർസഖ്. ബർസഖിൽ നമ്മൾ ആത്മാക്കൾ കുറേ കാലം ഉണ്ടാവും എന്നതൊക്കെ മറ്റൊരു വിഷയമാണ്. അപ്പം ഈ 2 നദിയെയും കടലിനെയും കൂടിച്ചേരാൻ വേണ്ടി അള്ളാഹു ഒഴുക്കി വിട്ടിരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, അതിൻ്റെ ഇടയിൽ ഒരു ബർസഖ്, ഒരു അതിര്, ഒരു ബാരിയർ അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നു, വെച്ചിരിക്കുന്നു. ലാ യബ്ഗിയാൻ. ബഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിര് കടക്കലാണ്, അതിക്രമത്തിനൊക്കെ ഒരു അതിര് വെച്ചാൽ അതിര് കടക്കുന്നതിനാണ് ബഹാൻ. അപ്പം ലാ യബ്ഗിയാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അവര് തമ്മിൽ അന്യോന്യം അതിക്രമിച്ച് കടക്കാതിരിക്കവണ്ണം ഒരു ബർസഖ് എന്ത് ചെയ്തിരിക്കുന്നു, അള്ളാഹു വിട്ടിരിക്കുന്നു. ഭയങ്കര എന്ന് വെച്ചാൽ വളരെ സൂക്ഷ്മമായ കുറച്ച് വാക്കുകളേ ഉള്ളൂ, പക്ഷേ ധാരാളം ശാസ്ത്രീയമായ കാര്യങ്ങൾ പറയുന്ന പ്രപഞ്ചത്തിൽ. ഇത് ഇറങ്ങുന്നത് മരുഭൂമിയിലാണ്. എന്ന് വെച്ചാൽ ഖുർആൻ അവതരിക്കുന്നത് ഒരു മരുഭൂമിയിൽ ജീവിക്കുന്ന ജനങ്ങളാണ്. അവരോട് കടലിൻ്റെ ഒരു പ്രത്യേക സ്പെഷ്യാലിറ്റി പറഞ്ഞുകൊണ്ട് അള്ളാനെയും
പരിചയപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെ എന്താണ്, ഇത് ദൈവികമാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അപ്പോൾ എന്താണ് അള്ളാഹു ഇവിടെ പറയുന്നത്? ഇത് പ്രകൃതിയിലൊരു അത്ഭുതമാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. നമുക്കറിയാം, പിന്നെ ഭൂമി എന്ന് പറഞ്ഞാൽ അതിൻ്റെ 70% വെള്ളമാണ്, 30% കരയായിട്ട് ഉള്ളൂ. അതിൽ ഈ 70% ഇതിൽ 97% കടലാണ്. ഓഷ്യൻ സീ എന്നൊക്കെ പറയുന്ന കടൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒഴുക്ക്, അതിൻ്റെ ഓപ്പോസിറ്റാണ് നദി. അതിൽ ബാക്കിയാണ് നദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഭൂമിയുടെ ഇടയിൽ കൂടെയൊക്കെ മഴവെള്ളത്തിനാൽ ഇങ്ങനെ ഒഴുകി കടലിലേക്കാണ് എന്ത് ചെയ്യുക, ഓരോ നദികളും പോയി ചേരുക. ഇതിൽ ഈ കടലിലെ വെള്ളം സോൾട്ടിയാണ്, എന്ന് വെച്ചാൽ ഉപ്പ് ഉണ്ട് അതിൽ. കടലിലെ വെള്ളം നമ്മൾ ടേസ്റ്റ് ചെയ്താൽ ഉപ്പാണ്. അതേസമയം നദിയിലെ വെള്ളം ഉപ്പില്ലാത്തതാണ്. ഉപ്പ് അതിൻ്റെ കണ്ടന്റിൽ, അത് ഉപ്പും കൊണ്ടാണ് പിന്നെ കടലിലേക്ക് വരുന്നത്. പക്ഷേ നമുക്ക് ഫ്രഷ് വാട്ടറാണ്. അതുകൊണ്ടാണ് ഈ സിവിലൈസേഷനൊക്കെ വരുന്നത്, എല്ലാ നാഗരികതകളും സംസ്കാരങ്ങളൊക്കെ വരുന്നത് നദിയുടെ ഓരത്താണ്. അതുകൊണ്ടാണ് സിന്ധു നദി സംസ്കാരം, നൈൽ സംസ്കാരം എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ആൾക്കാർക്ക് വെള്ളം കിട്ടാൻ എളുപ്പം നദീൻ്റെ അടുത്താണ്. നദി ഇങ്ങനെ ഒഴുകും, അതിൻ്റെ ഓരത്താണ് എപ്പോഴും ജീവിതങ്ങൾ കെട്ടിപ്പടുക്കുക. എന്നിട്ട് അപ്പം നദി വന്നിട്ട് എന്ത് ചെയ്യുന്നു, കടലിലേക്ക് വന്നിട്ട് ചേരുന്നു. ഈ കടലിൻ്റെ വെള്ളം ഉപ്പുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സാന്ദ്രത. ഡെൻസിറ്റി കൂടുതലുള്ളതിന് വെയിറ്റ് കൂടുതലായിരിക്കും. പിന്നെ നദിയുടെ വെള്ളത്തിന് ഉപ്പ് കുറവുള്ളതുകൊണ്ട് എന്താണ്, ഡെൻസിറ്റി പിന്നെ കുറവാണ്. അപ്പം ഡെൻസിറ്റി കുറവുള്ളതാണ് എപ്പോഴും മുകളിലുണ്ടാവുക. ഡെൻസിറ്റി കൂടുമ്പോൾ അത് താഴത്തേക്ക് പോകും, ഡെൻസിറ്റി കുറവുള്ളത് മുകളിൽ പോകും. അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നദിയും കടലും ചേരുന്ന സ്ഥലമാണ്, അതിനാണ് എസ്റ്റുറി എന്ന് പറയും. നമ്മൾ ഈ അഴിമുഖം എന്ന് പറയില്ല, അഴിമുഖം മലയാളത്തിൽ, അത് നദിയും കടലും ചേരുന്ന സ്ഥലമാണ്. എസ്റ്റുറി എന്ന് നമ്മൾ ഇംഗ്ലീഷ് പറയും. ഈ സ്ഥലത്ത് അത് ചേരുമ്പം കടലിൻ്റെ വെള്ളം താഴത്തുമായിരിക്കും, നദിയിലെ വെള്ളം മുകളിലുമായിരിക്കും. കാരണം അതിൻ്റെ ഡെൻസിറ്റി അങ്ങനെ ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ആ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു ലെയർ പോലെ കാണാൻ പറ്റും, മിക്സ് ചെയ്യാതെ ഒരു ലെയർ പോലെ കാണാൻ പറ്റും. കാരണം നദിയുടെ ഫ്രഷ് വാട്ടർ മുകളിലും ഉപ്പുള്ള കടലിൻ്റെ വെള്ളം താഴത്തുമായിരിക്കും. ഭയങ്കര അത്ഭുതമാണ് അവിടെ നടക്കുന്നത്. ഇതിനെ ഇംഗ്ലീഷിൽ ഹാലോക്ലൈൻ എന്ന് പറയും. ഹാലോക്ലൈൻ, മലയാളത്തിൽ അതിൻ്റെ ഒരു പദം എനിക്ക് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ ഇതിനെയാണ് അള്ളാഹു ഇവിടെ പറയുന്നത് എന്ത്, രണ്ട് കടലുകളെ അല്ലെങ്കിൽ നദിയെയും കടലിനെയും ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, ഒഴുകാൻ വിട്ടിരിക്കുന്നു. അതാണ് മറജ. പക്ഷേ എന്ത് ചെയ്തിരിക്കുന്നു, അവർ തമ്മിൽ മിക്സ് ചെയ്യാതെ ഇത് അങ്ങനെ തന്നെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ബർസഖ് വെച്ചിരിക്കുന്നു. അത് സംഭവിക്കുന്നത് എന്താണ്? അപ്പം അള്ളാഹു പറയുന്ന ഈ അത്ഭുതത്തിന്റെ ശാസ്ത്രീയമായ വിശദീകരണമാണ് ഞാൻ പറഞ്ഞത്, എന്താണ് ആക്ച്വലി നടക്കുന്നത് എന്നുള്ളത്. ഇത് ശരിക്കും പിന്നെ ഭൂമിയുടെ നിലനിൽപ്പിന് ഏറ്റവും ആവശ്യമായ ഒരു സാധനമാണ് ഈ ബർസഖ്, ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയാൽ കടലിൽ പിന്നെ ഇങ്ങനെ കടൽ പല ഭാഗത്തേക്കും ഒഴുകുന്നതൊക്കെ കാരണം ഈ ഡെൻസിറ്റിൻ്റെ വ്യത്യാസം കൊണ്ടാണ്. ശരിക്ക് പിന്നെ ഇത് കാരണമാണ് ചൂടുവെള്ളവും തണുപ്പ് വെള്ളവും ഒക്കെ വല്ലാണ്ട് ജനറേറ്റ് ചെയ്ത് പല ഭാഗത്തേക്കും ഒഴുകുന്നതൊക്കെ. അപ്പോൾ ഭൂമിയിലെ മൊത്തം ടെമ്പറേച്ചറിനെ നിയന്ത്രിക്കുന്നതിൽ, ഇങ്ങനെ ഓരോ സ്ഥലത്തും നിയന്ത്രിക്കുന്നതിൽ എന്തുണ്ട്, ഇതിന് വലിയ പങ്കുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും അത്ഭുതം, ഇതിങ്ങനെ അന്വേഷിക്കുമ്പം ഇതിൻ്റെ അത്ഭുതം കൊണ്ട് തന്നെ നമ്മൾ ധാരാളം പ്രാവശ്യം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു പോകും. ഈ ഉപ്പുവെള്ളത്തിൽ, കടലിൻ്റെ ഉപ്പുവെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങളും ധാരാളം സ്പീഷീസ് ഉണ്ട്. ഏകദേശം 229,000 ആണ് സോൾട്ട് വാട്ടർ സ്പീഷീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അവർ തന്നെ, ശാസ്ത്രം തന്നെ പറയുന്നത് 2 മില്യണോളം ഇനിയും കണ്ടുപിടിക്കാനുള്ള ജീവികൾ അതിലുണ്ട്. അപ്പം കടലിൻ്റെ ഉപ്പുവെള്ളത്തിൽ ജീവിക്കുന്ന ധാരാളം ജീവികളുണ്ട്. നദിയുടെ ഉപ്പില്ലാത്ത വെള്ളത്തിൽ ജീവിക്കുന്ന ധാരാളം സ്പീഷീസ് ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ബോഡി ഷേപ്പ് വ്യത്യാസമാണ്. സർവൈവ് ചെയ്യാനുള്ള അതിൻ്റെ ഓരോ ഫിൻസ്, അതിൻ്റെ ഇതെല്ലാം എന്താണ്, വ്യത്യാസമാണ്. ഈ വ്യത്യസ്തത ഇല്ലെങ്കിൽ രണ്ടുപേർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, രണ്ടിടത്തും നിൽക്കാൻ കഴിയില്ല. രണ്ട് സ്ഥലത്തുമുള്ള ഈ പിന്നെ ജീവികളില്ലാതെ ഭൂമിക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, നിലനിൽക്കാൻ കഴിയില്ല. ധാരാളം മത്സ്യങ്ങൾ ചത്തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും കടലിലല്ലേ സംഭവിക്കുന്നത്. പക്ഷേ ഭൂമിയിലെ മൊത്തം അതിൻ്റെ ബാലൻസിനെ ബാധിക്കുന്നത് ഈ രണ്ടിൻ്റെയും. അപ്പൊ ഈ രണ്ടു തരം ജീവിതങ്ങളും ആവശ്യമാണ്. ആ രണ്ടു തരം ജീവിതങ്ങളും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് കടലിന്റെ വലിയ അത്ഭുതമാണ് എന്ന് കാണാൻ പറ്റും. സൂറ ഫാത്തിറിൽ 12-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, വമാ യസ്തവിൽ ബഹറാൻ, രണ്ട് കടലുകൾ ഒരേപോലെയല്ല. അപ്പൊ രണ്ട് കടലുകൾ പോലെ എന്താണ്, നദിയും കടലും ഒരേപോലെയല്ല.
ഹാദാ അദ്ബുൻ ഫുറാത്തുൻ സായിഉം ഷറാബുഹു വഹാദാ മിൽജുൻ ഉജാജ്. ഒന്നിലെന്താണ് കുടിക്കാൻ സുഖമുള്ള ഹൃദ്യമായ ശുദ്ധജലം നദിയിൽ, മറ്റൊന്ന് കൈപ്പുറ്റ ഉപ്പുള്ള വെള്ളവും. വമിൻ കുല്ലി തഅകുലൂന ലഹ്മൻ ത്വരിയൻ വതസ്തഖ്രിജൂന ഹില്യതൻ തൽബസൂനഹ. രണ്ടിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പുത്തൻ മാംസം എടുത്ത് തിന്നുന്നു, നിങ്ങൾക്ക് ധരിക്കാനുള്ള ആഭരണവും. അപ്പം നദിയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷണം കഴിക്കാനുള്ള മാംസം കിട്ടുന്നുണ്ട്, കടലിൽ നിന്നും കിട്ടുന്നു. പക്ഷെ രണ്ടും എന്താണ്? രണ്ടും വ്യത്യസ്തമാണ് എന്ന് കാണാൻ പറ്റും. അതേപോലെ ധരിക്കാനുള്ള ആഭരണവും മുത്തും പവിഴവും അടുത്ത ആയത്ത് അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം എന്നിട്ട് അള്ള പറയാണ് വലഅല്ലക്കും തഷ്കുറൂൻ. ആ ആയത്തിന്റെ അവസാനം അള്ള പറയുന്നത് എന്തിനാണ് ഞാൻ ഇതൊക്കെ ആക്കിയത്? ഇതാരുണ്ടാക്കി എന്നൊരു ചിന്ത പോകാനും ആ ഉണ്ടാക്കിയവനോട് ശുക്ർ കാണിക്കാനുമാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹു നമുക്കിത് പറഞ്ഞു തരുന്നത് എന്ന് കാണാൻ കഴിയും. ഇതിൽ ഭയങ്കര അത്ഭുതമായി തോന്നുന്നത്, നിങ്ങൾക്ക് സാൽമൺ ഫിഷിനെ അറിയാമല്ലോ, സാൽമൺ ഫിഷ്. ഈ സാൽമൺ ഫിഷ് ജനിക്കുന്നത് നദിയിലാണ്. അപ്പം ജനിച്ചിട്ട് കുറച്ച് വളരുന്നത് വരെ അത് നദിയിലാണ്. അപ്പം അതിൻ്റെ ബോഡി സ്ട്രക്ചറിൽ നദിയിൽ സർവൈവ് ചെയ്യാനുള്ള ഇതാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? കുറച്ച് കഴിഞ്ഞിട്ട് അതെന്ത് ചെയ്യും? കടലിലേക്ക് പോകും. കടലിലേക്ക് പോയിട്ട് കടലിൽ കുറേ കാലം ജീവിക്കും. എന്നിട്ട് നദിയിലേക്ക് തിരിച്ചു വന്നിട്ടാണ് അത് എഗ്ഗ് അതിൻ്റെ പുതിയ റീപ്രൊഡക്ഷൻ അവിടെ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നദിയിലും കടലിലും ജീവിക്കാനുള്ള ബോഡി സ്ട്രക്ചറുള്ളതാണ് സൽമാൻ. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് പോയി കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആരാണ് ഇത്രയും ചെറിയൊരു ജീവിക്ക്, നമ്മളെ കണ്ണിൽ ചെറിയൊരു ജീവിക്ക് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ബോഡി ഓരോ സ്ഥലത്ത് പോകാനുള്ള ട്രിഗർ ആരാണ് കൊടുക്കുന്നത്? അല്ലെങ്കിൽ അങ്ങനെ പോകുമ്പം അതിൻ്റെ ബോഡി സ്ട്രക്ചർ സർവൈവ് ചെയ്യാനാണ് എന്നത് ആരാണ് എന്ന ചിന്തയുടെ വളരെ ചെറിയ അറ്റത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് സൃഷ്ടാവിനെ അർ-റഹ്മാനെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. ആൾക്കാർ എന്തുകൊണ്ട് ദൈവത്തെ കണ്ടെത്തുന്നില്ല എന്നുള്ളതിനാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത്. ഇത് വലിയ അത്ഭുതമാണ് എന്ന് കാണാൻ പറ്റും. ഇനി ഈ ഭൂമിയിൽ കടല് തന്നെ അത്ഭുതമാണ്, കടലും നദിയും അത്ഭുതമാണ്. മുകളിൽ നിന്നും വെള്ളം മഴയായിട്ട് വന്നിട്ട് എങ്ങനെയാണ് അത് ഭൂമിയിൽ തങ്ങി നിൽക്കുന്നത് എന്നത് തന്നെ എന്താണ്? അത്ഭുതമാണ്. സൂറ മുഅ്മിനൂനിൽ അള്ളാഹു 18-ാമത്തെ ആയത്തിൽ പറയുന്നത് വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദരിൻ. എന്താണ്? അള്ളാഹു മുകളിൽ നിന്നും വെള്ളം ഇറക്കുന്നു എന്നല്ല, ഒരു കണക്കനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഇറക്കുന്നു. എന്നാണ് ഭൂമിയിൽ അത് തങ്ങി നിൽക്കുന്നതാക്കി എന്നാണ്. തങ്ങി നിൽക്കുന്നതാക്കിയില്ലെങ്കിൽ നമുക്ക് ഉപകാരപ്പെടില്ല. ഭൂമിയിൽ അത് തങ്ങി നിൽക്കുന്നതാക്കി എന്ന് കാണാൻ പറ്റും. എന്നിട്ട് അള്ളാഹു പറയാണ് ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ അത് വറ്റിച്ചു കളയാനും അള്ളാഹ്ക്ക് എന്ത് ചെയ്യായിരുന്നു? കഴിയുമായിരുന്നു എന്ന് അള്ളാഹു പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഖിയാമത്ത് നാളിന്റെ വിവരണം ഖുർആനിലുണ്ട്. ഖിയാമത്ത് നാൾ എന്ന് വെച്ചാൽ ലോകം അവസാനിക്കുന്നത്. ഈ ലോകം അവസാനിക്കുമ്പം ഇപ്പൊ പറഞ്ഞ എന്താണ്? സിസ്റ്റമാണ്, വ്യവസ്ഥ. വളരെ കൃത്യമായിട്ട് അളവോടുകൂടി വെള്ളം അതങ്ങനെ നിലനിൽക്കുന്നു, മനുഷ്യ സാധ്യം. നിങ്ങൾ ഖിയാമത്ത് നാളിന്റെ ആയത്തുകളൊക്കെ ഖുർആനിൽ നോക്കിയാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അള്ളാഹ് പറയാ. വ്യവസ്ഥ തെറ്റുന്നതിനെ കുറിച്ചാണ് പറയാ. സൂറ ഇൻഫിത്താറിൽ അള്ളാഹ് പറയുന്നത് വഇദൽ ബിഹാറു ഫുജ്ജിറത് എന്നാണ്. ലോകാവസാനം നടക്കുമ്പം കടലുകൾ കര തകർത്ത് ഒഴുകും എന്ന് വെച്ചാൽ എന്താണ്? നേരത്തെ ബർസഹ് ഒരളവിലാണ് കടൽ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ കഴിയുന്നത്. ലോകാവസാനത്തിൽ കടലുകൾ എന്ത് ചെയ്യും? കര തകർത്തൊഴുകും. അതിനെ മറികടന്നൊഴുകും എന്ന് പറയുന്നത് നമുക്ക് ഈ സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞു തരാൻ എന്നാണ്. ഈ അത്ഭുതങ്ങളൊക്കെ വെച്ചുകൊണ്ട് അള്ളാഹു അടുത്ത ആയത്തിൽ നമ്മളോട് ചോദിക്കുന്നത് ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. അള്ളാഹിന്റെ ഏത് സൃഷ്ടിപ്പിനെയാണ് നമുക്ക് കളവാക്കാൻ കഴിയുക? ഇതില്ല എന്ന് പറയാൻ കഴിയുക? അള്ളാഹിന്റെ ഏത് അനുഗ്രഹത്തെയാണ് ഇത് അള്ളയല്ല ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് പറയാൻ കഴിയുക? അങ്ങനെ പറയാനുള്ള നാക്ക് പോലും എങ്ങനെയാണ് നമുക്ക് ഉയർത്താൻ കഴിയുക? ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. ഇനി 22-ാമത്തെ ആയത്തിൽ അള്ളാഹു ഇതിനെ ഒന്നും കൂടി വിശദീകരിക്കണം. യഖ്റുജു മിൻഹുമൽ ലുഉലു വൽ മർജാൻ. യഖ്റുജു മിൻഹുമ, അവ രണ്ടിൽ നിന്നും എന്ത് ചെയ്യുന്നു? അള്ളാഹു നിങ്ങൾക്ക് പുറപ്പെടുവിക്കുന്നു. എന്ത്? ലുഉലു എന്ന് പറഞ്ഞാൽ എന്താണ്? പേളാണ്, മുത്ത്. അതേപോലെ മർജാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവിഴം. ഇംഗ്ലീഷിൽ കോറൽ സ്റ്റോൺ എന്ന് പറയുന്നത് മുത്തും പവിഴവും. എവിടെ നിന്നാണ് വരുന്നത്? കടലിൽ നിന്നാണ്. നദിയിൽ നിന്നും വരും, കടലിൽ നിന്നും വരും. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹ് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം, ഫ്രഷ് വാട്ടറും സോൾട്ട് വാട്ടറൊക്കെ വെച്ചതിൽ നിന്നും
മനുഷ്യനുള്ള ബെനിഫിറ്റ് എന്താണ്? അത് മുത്തും പവിഴവും തരുന്നു എന്നുള്ളതാണ്. ഇനി നിങ്ങൾ മുത്തും പവിഴത്തിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. എങ്ങനെയാണ് മുത്തും പവിഴവും, ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ആഭരണങ്ങളും മെഡിസിനൽ എഫക്റ്റുമുള്ള സാധനമാണ് മുത്തും പവിഴവും. എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പേള് ഈ മുത്ത് ഉണ്ടാകുന്നത് ഈ പിന്നെ മൊളുസ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിയേച്ചർ വിഭാഗമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തോടുള്ള ടൈപ്പ്, അതിലൊന്നാണ് ഓയിസ്റ്റർ. നമ്മൾ മുത്തുച്ചിപ്പി എന്ന് പറയില്ല, ഓയിസ്റ്റർ. അപ്പം ഇതിൻ്റെ ഈ ഷെല്ലിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഫോറിൻ സബ്സ്റ്റൻസ് പുറത്തുനിന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇത് ഡിഫൻസ് മെക്കാനിസം ആയിട്ട് എന്ത് ചെയ്യും? ഒരു സാധനം ഒരു സബ്സ്റ്റൻസ് പുറപ്പെടുവിക്കും. ഈ സാധനം കുറേ ആയിട്ട് കട്ടി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? മുത്ത് ഉണ്ടാകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അള്ളാഹു ഒരു ജീവിയെ ഉണ്ടാക്കിയിട്ട് ആ ജീവിയുടെ ജീവിതം നിലനിർത്താൻ വേണ്ടി അതിന് വെച്ച് കൊടുത്ത ഒന്നിനെ കൊണ്ടാണ് മനുഷ്യന്റെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇത് ഉണ്ടാക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് എക്സ്പെൻസീവ് എന്ന് വെച്ചാൽ ഇത് റെയറാണ്, ഇത് കിട്ടാൻ പാടാണ്. ഇതിനെ ആർട്ടിഫിഷ്യലായിട്ട് മുത്തുകൾ ഉണ്ടാക്കും. എങ്ങനെയാണത്? ഈ ഓയിസ്റ്ററിന് എടുക്കും, എന്നിട്ട് അതിന്റെ ഷെല്ലിലേക്ക് ബോധപൂർവം എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു ഫോറിൻ സബ്സ്റ്റൻസ് ഇടും. അപ്പൊ ഇതെന്ത് ചെയ്യും? ഇത് അതിന്റെ ഡിഫൻസിന് ഈ സാധനം പുറപ്പെടുവിക്കും. അങ്ങനെയാണ് മുത്തുകൾ ഉണ്ടാകുന്നത്. ഇനി പവിഴം എന്ന് പറയുന്നത് എന്താണ്? പവിഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ കടലിൽ പോളിപ്പുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. അത് ശരീരം ഭയങ്കര സോഫ്റ്റ് ആണ്, മൃദുലാണ്. പക്ഷെ അതിന്റെ അടിഭാഗം സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട് അത് തന്നെ പുറപ്പെടുവിക്കുന്ന ഒന്നാണ് ഈ കാൽസ്യം കാർബണേറ്റ് പുറപ്പെടുവിക്കും. നമ്മൾ ഈ പെയിന്റ് കാൽസ്യം കാർബണേറ്റ് അത് പുറപ്പെടുവിക്കും. അതിങ്ങനെ അടിക്കടിയായിട്ടാണ് ഈ കോറൽ റീഫ് എന്നൊക്കെ പറയും. പവിഴപ്പുറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ ചിലപ്പം ഈ കവിതകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ പവിഴപ്പുറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ കുറേ പുറപ്പെടുവിച്ച് കഴിയുമ്പം അതിങ്ങനെ ഒരു ചെറിയൊരു മല പോലെ അവിടെയാണ് ഈ സാധനം ജീവിക്കുക. ഈ സാധനത്തിനെ ഷേപ്പ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? പവിഴം ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് അള്ളാഹുവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ സാധനം. കടലിൽ എവിടെയോ പുറപ്പെടുവിക്കുന്ന ഒരു സാധനം എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ ആകുന്നത് എന്നുള്ളതാണ് അള്ളാഹുവിടെ പറയുന്നത് എന്നുകൊണ്ടാണ്. എന്നിട്ട് അള്ളാഹു ഈ അത്ഭുതം മുന്നിൽ വെച്ചുകൊണ്ട് അടുത്ത ആയത്തിൽ ചോദിക്കുന്നത് ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. നിങ്ങൾക്ക് മുത്തും പവിഴവും ബുദ്ധിയും ചിന്തയും ഉള്ള ആളാണെങ്കിൽ ഇത് ഇടുക മാത്രമല്ലല്ലോ ചെയ്യേണ്ടത്, ഇട്ടിട്ട് നാലാളെ കാണിക്കുക മാത്രമല്ലല്ലോ ചെയ്യേണ്ടത്. ഇതെങ്ങനെ ഉണ്ടായി എന്നാലോചിക്കുമ്പം ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, അള്ളാഹിനെ എങ്ങനെയാണ് നമുക്ക് കളവാക്കാൻ കഴിയുക. ഇനി അതേ കടലിന്റെ മൂന്നാമത്തെ ഒരു വിശേഷണം അള്ളാഹു പറയാണ്, വലഹുൽ ജവാരിൽ മുൻഷആതു ഫിൽ ബഹരി കൽ അഅലാം. വലഹുൽ ജവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പാണ്, കപ്പലാണ്. ജവാർ എന്ന് പറഞ്ഞാൽ കപ്പലുകളുണ്ട് എന്ത് ഈ കടലില്. എന്നിട്ട് മുൻഷആത്ത് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ട് ചെയ്യലാണ്, ഗ്രാജുവൽ ആയിട്ട് മെല്ലെ ക്രമപ്രവൃത്തമായിട്ട് ഒരു ഉണ്ടാക്കുന്നതിനാണ് നഷ എന്ന് പറയാം. ഇതിനെ ഉണ്ടാക്കിയത് ഫിൽ ബഹരി കൽ അഅലാം, പർവ്വതങ്ങൾ പോലത്തെ കപ്പലുകൾ എന്ത് ചെയ്യുന്നുണ്ട്? കടലിലുണ്ട്. അത് അള്ളാന്റേതാണ് എന്നാണ് ഈ ആയത്ത്. അത് അള്ളാന്റേതാണ് എന്ന് വെച്ചാൽ കപ്പൽ അള്ളാന്റേതാണെന്നല്ല പറയുന്നത്. ആ കപ്പലിന് അങ്ങനെ ചലിക്കാൻ കഴിയുന്നതിന് ആകെ ആരെങ്കിലും കാരണക്കാരുണ്ടെങ്കിൽ അത് അള്ളാഹു മാത്രമാണ് എന്നതാണ്. നമുക്ക് തലകുത്തി പറഞ്ഞാലും എന്ത് ചെയ്യാൻ കഴിയില്ല, അങ്ങനെ ഒരു സംഭവം അവിടെ സാധിക്കാൻ കഴിയില്ല. അപ്പൊ കപ്പലുകൾ കടലിൽ സഞ്ചരിക്കുന്നു എന്നുള്ളത് തന്നെ എന്താണ്? അള്ളാഹിനെ കാണിച്ചു തരുന്ന വലിയ ആയത്തുകളാണ്. എങ്ങനെയാണ് കപ്പലുകൾ കടലിൽ നമ്മളൊരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കണ്ണടച്ചിട്ടാണ് 99% സമയം ജീവിക്കുന്നത്. നമ്മൾ വെറുതെ ജീവിക്കുകയാണ് നമ്മളേതായ ഒരു ഇതിൽ. കണ്ണ് തുറക്കാൻ കഴിയില്ല, കണ്ണ് തുറന്നാൽ അപ്പം പടച്ചോനെ കാണും. അത്രയും ക്ലിയർ ആണ് അള്ളാഹു എന്ന് പറയുന്നത്. ഏകദേശം ലോകത്ത് നിർമ്മിക്കപ്പെട്ട ഏറ്റവും ഭാരമുള്ള കപ്പലിൻ്റെ ഏറ്റവും വലിയ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 564,000 ടൺസ് ആണ്. നമ്മളെയൊക്കെ ഒരു 63-70 കിലോ ഉള്ള 70-90 കിലോ ആണ് നമ്മളെയൊക്കെ വെയിറ്റ്. 564,000 ടണ്ണാണ് ഏറ്റവും ഭാരമുള്ള ലോകത്ത് സൃഷ്ടിച്ച. ഇത്രയും വെയിറ്റ് ഉള്ളൊരു സാധനം വെള്ളത്തിൽ എങ്ങനെയാണ് പൊങ്ങിക്കിടക്കുന്നത് എന്നത് വലിയ അത്ഭുതമാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ സ്കൂളിലേക്ക് തിരിച്ചുകൊണ്ടിരുന്നേരം ഇത് മനസ്സിലാവുള്ളൂ. ഈ പ്രിൻസിപ്പിൾ ഓഫ് ബോയൻസി എന്നുണ്ട്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഓർമ്മ ഉണ്ടാവില്ല. ആ ക്ലാസ്സിൽ ചിലപ്പം നമ്മൾ പങ്കെടുത്തിട്ടുണ്ടാവില്ല. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഉണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സാധനം വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറേ വെള്ളം അവിടുന്ന് തെറ്റിപ്പോവും, അവിടുന്ന് മാറും. ഈ മാറുന്ന വെള്ളം തിരിച്ച് ഇട്ട സാധനത്തിലേക്ക് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും.
അപ്പം ഈ വെയിറ്റിന്റെ ഈക്വലോ അതിനേക്കാൾ കൂടുതലോ ആണോ ഈ പ്രഷർ എങ്കിൽ എന്ത് ചെയ്യും? ഗ്രാവിറ്റി കൊണ്ടാണല്ലോ താഴത്തേക്ക് പോകുന്നത്. ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ താഴത്തേക്ക് പോകുന്നത്? ഗ്രാവിറ്റേഷനാണ്. ആ ഗ്രാവിറ്റിനേക്കാൾ വലിയൊരു ഫോഴ്സ് മുകളിലേക്ക് വന്നാൽ എന്ത് ചെയ്യും? അത് ഇതാക്കും. അപ്പം ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഇടുന്ന സാധനത്തിന്റെ പ്രഷർ കൊണ്ട്, അതിന്റെ ഷേപ്പ് കൊണ്ട് ഈ തെന്നി മാറിപ്പോകുന്ന വെള്ളം അതിനേക്കാൾ വലിയൊരു വെയിറ്റ് തിരിച്ചേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന് തങ്ങി നിൽക്കാൻ കഴിയും. അപ്പോൾ കപ്പലിന്റെ ഷേപ്പും അതിൻ്റെ എല്ലാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഈ വെള്ളത്തിന്റെ ഈ ബോയൻസി ഫോഴ്സ് അത് ഇട്ട വെയിറ്റിനേക്കാൾ കൂടുതലാകാനാണ്. ഇത് മനുഷ്യന്റെ അത്ഭുതമാണോ? മനുഷ്യന് ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇതെങ്ങനെ സാധ്യമാകാം? വെള്ളത്തിന് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാകുമ്പോഴാണല്ലോ. എന്ന് മാത്രമല്ല, ആ ക്യാരക്ടർ ഇന്ന് നിലനിൽക്കുന്ന പോലെ നാളെയും നിലനിൽക്കണം. എന്നാലും ഇന്ന് ഓടിച്ച കപ്പൽ നാളെയും ഓടിക്കാൻ പറ്റില്ല. നാളത്തെ ബോയൻസി ഫോഴ്സ് വേറെയും ഇന്ന് വേറെയുമാണ്. നാളെ വെള്ളം വേറെ രീതിയിൽ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? കപ്പൽ കോൺഫിഡൻസോടുകൂടി ഓടിക്കാൻ കഴിയില്ല. എപ്പോഴും വെള്ളത്തിന് ഈ ക്യാരക്ടർ ഉള്ളത് കൊണ്ടാണ് നമുക്ക് കോൺഫിഡൻസോടുകൂടി കപ്പലിൽ സഞ്ചരിക്കാൻ കഴിയുന്നത്. അപ്പം ഇത് മറ്റൊരു അത്ഭുതമാണ്, എങ്ങനെയാണ് കപ്പൽ സഞ്ചരിക്കുന്നത് എന്നുള്ളത്. സൂറ ഷൂറയില് 42 43 ആയത്തിൽ അതേപോലെ തന്നെ കാറ്റും ഇതിന് വലിയൊരു ഘടകമാണ്. അള്ളാഹു പറയാണ് വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞാല് അള്ളാനെ കാണിച്ചു തരുന്ന ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ്. അള്ളാനെ നോക്കിയാൽ നമുക്ക് അള്ളാനെ കാണാൻ കഴിയുന്ന സയൻസിൽ ഒന്നാണ് അൽ ജവാരി ഫിൽ ബഹരി കലായലാം, കപ്പലുകൾ. എന്തുകൊണ്ടാണ് ഈ അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം അവൻ കാറ്റിനെ അടക്കി നിർത്തുമായിരുന്നു. അപ്പോൾ അവ കടൽ പരപ്പിൽ നിശ്ചലമായി നിന്നുപോകും, കാറ്റില്ലായിരുന്നെങ്കിൽ എന്ന് അള്ളാഹു പറയുന്നതായിട്ട് കാണാൻ കഴിയുമെന്നുള്ളതാണ്. നമ്മൾ വലിയൊരു ദുരന്തത്തിന് ശേഷമാണ് ഇവിടെ ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നടന്ന എയർപ്ലെയിന് ഒരു ഫ്ലൈറ്റ് മറിഞ്ഞൊരു ദുരന്തം. നിങ്ങൾ കപ്പലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അത്ര ടച്ച് ചെയ്യില്ല. നമ്മൾ കപ്പലിൽ യാത്ര കുറവാണ്. ഫ്ലൈറ്റിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. എങ്ങനെയാണ് ഫ്ലൈറ്റ് സഞ്ചരിക്കുന്നത്? ഇതേ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ഒരു കണക്കുള്ളത് കൊണ്ടാണ്. അതിന്റെ വിങ്സിന്റെ മുകളിലുള്ള പ്രഷറും താഴത്തുള്ള പ്രഷറും കറക്റ്റായിട്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് അതിന് മുകളിലേക്ക് ഇങ്ങനെ പോകാൻ കഴിയുന്നത്. ഇത് തെറ്റുമ്പോഴാണ്, അല്ലെങ്കിൽ ഇതനുസരിച്ച് ഉണ്ടാക്കിയ ഫ്ലൈറ്റ് ചെക്ക് ചെയ്യാനോ അതിന്റെ കൺസ്ട്രക്ഷനോ തെറ്റുമ്പോഴാണ് എന്ത് ചെയ്യുക? നേരെ താഴത്തേക്ക് വരിക. അപ്പൊ അത് ഇല്ലാതാകുമ്പോഴാണ് നമുക്കത് ഉണ്ടാകുന്നതിന്റെ വലിയ അത്ഭുതങ്ങൾ മനസ്സിലാകുന്നത് എന്ന് കാണാൻ പറ്റും. ഈ അത്ഭുതം വെച്ചുകൊണ്ട് അള്ളാഹു പിന്നെയും നമ്മളോട് ചോദിക്കുകയാണ് ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമ തുകദ്ദിബാൻ. ഇത് എങ്ങനെയാണ് ഇതിനൊക്കെ മറുപടി പറയാന്നുള്ളതാണ്. നമ്മൾ ഇത്രയും അത്ഭുതങ്ങൾ മുന്നിൽ കണ്ടിട്ട് നമ്മൾ നന്നാവാത്തതിൻ്റെ മറുപടി അള്ളാഹിനോട് എങ്ങനെ പറയാം? ഫബിഅയ്യി ആലാഇ നിങ്ങൾക്ക് ഇനി എന്താണ് വേണ്ടത്? കപ്പലിനെ കുറിച്ച്, മുത്തിനെ കുറിച്ച്, പവിഴത്തിനെ കുറിച്ച്, കടലിനെ കുറിച്ച്, നദിയെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നന്നാകാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ കണ്ണുകൾക്ക് നന്നാകാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് സുജൂദ് മര്യാദയ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് പുതിയ തെളിവാണ് വേണ്ടത് എന്നാണ് അള്ളാഹു പറയുന്നത് എന്ന് കാണാൻ പറ്റും. ഇനി ഈ ആയത്തിൽ വളരെ സുന്ദരമായൊരു കൺസെപ്റ്റ് കിടക്കുന്നുണ്ട്. അത് സ്വാതന്ത്ര്യവും പരിധികളും കുറിച്ചും ഇസ്ലാമിൻ്റെ കൺസെപ്റ്റാണ് അള്ളാഹുവിടെ പഠിപ്പിക്കുന്നത്. മറ്റൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുർആൻ ചെയ്യുന്നൊരു കാര്യം പ്രകൃതിയിലൊരു സാധനത്തിൻ്റെ അതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ എടുത്തിട്ട് നമുക്ക് ജീവിതം പഠിപ്പിക്കുകയാണ്. അതാണ് ഖുർആൻ്റെ ഒരു സ്റ്റൈലാണ്. ഇവിടെ അള്ളാഹു പറയുന്നത് എന്താണ്? മറജൽ ബഹറൈനി അൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബിഗാൻ എന്ന് പറഞ്ഞാല് ആദ്യത്തെ പ്രയോഗം എന്താണ്? അള്ളാഹു ആദ്യം തന്നെ പറയുന്നത് എന്താണ്? പരിധികൾ ഉണ്ട് എന്നല്ല, ബർസഖിനെ കുറിച്ചല്ല ആദ്യം പറയുന്നത്. അള്ളാഹ്ക്ക് ശരിക്കും ഈ ആയത്തുകൾ എങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു? നദിയും കടലും ഉണ്ട്, അതിനിടയിൽ എന്തുണ്ട്? ഒരു പരിധിയുണ്ട് എന്നല്ല പറയുന്നത്. നദിയെയും കടലിനെയും ഞാൻ സ്വതന്ത്രമായി വിട്ടിരിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? അതിനിടയിൽ ഒരു അതിര് വെച്ചിരിക്കുന്നു. അവരെന്ത് ചെയ്യൂല? അതൊരിക്കലും മറികടക്കുകയില്ല എന്നുള്ളതാണ്. ഇത് ശരിക്കും സൂക്ഷ്മമായി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പരിധികളെക്കുറിച്ചും ഇസ്ലാം പഠിപ്പിക്കുന്ന ആ കൺസെപ്റ്റ് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇനി ഈ ബർസഖ് ഉള്ളത് കൊണ്ട് ഉള്ള റിസൾട്ട് എന്താണ്? കടല് മുത്തും പവിഴവും തരുന്നു എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമുണ്ട് കടലിനും നദിക്കും. പക്ഷെ ആ സ്വാതന്ത്ര്യം കൊണ്ട് അള്ളാന്റെ ബർസഖിനെ അതെന്ത് ചെയ്യുന്നില്ല? അത് അതിക്രമിക്കുന്നില്ല. അങ്ങനെ അതിക്രമിക്കാതെ നിൽക്കുന്നത് കൊണ്ട് അതിൽ നിന്നും എന്തുണ്ടാവുന്നു? മുത്തും പവിഴവും ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്താണ്? സ്വാതന്ത്ര്യവും പരിധികളും തമ്മിൽ എല്ലാവരും സ്വതന്ത്രരാണ് എന്നാണ് ഇസ്ലാമിന്റെ ഫസ്റ്റ് ബേസിക്. എല്ലാവരും സ്വതന്ത്രമാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാം, അള്ളാഹിനെ നിഷേധിക്കാം, എന്ത് വേണേൽ ചെയ്യാം. എല്ലാവരും സ്വതന്ത്രരാണ്. ചിന്ത ഉപയോഗിച്ചിട്ട് തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ഭാഗം സൃഷ്ടാവിന് മുന്നിൽ സമർപ്പിക്കലാണ് വിശ്വാസം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അന്വേഷിക്കുമ്പോൾ കടല് കാണുന്നു,
അപ്പൊ കടൽ കാണുമ്പോൾ നമുക്ക് സൃഷ്ടാവിനെ മനസ്സിലാവും. അപ്പൊ നമ്മൾ തീരുമാനിക്കുന്നത് എന്ത്? എന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം മൊത്തം ഞാൻ നിനക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. ഇതാണ് അള്ളാഹു നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിൽ നിന്നും ഉദ്ദേശിക്കുന്നത്. നിർബന്ധിക്കപ്പെടുകയില്ല, നമ്മൾ സ്വയം ചെയ്യേണ്ടതാണ്. എന്നിട്ട് അള്ളാഹു പരിധികൾ വെക്കുന്നു. എന്ത് ചെയ്യുന്നു? ഇസ്ലാമിലേക്ക് വരുമ്പോൾ പരിധികൾ വെക്കുന്നു. പക്ഷെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്കുള്ള വലിയ തെറ്റിദ്ധാരണയാണ്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ ഹറാം ഹലാലുകളെ കുറിച്ചുള്ള വലിയൊരു തെറ്റിദ്ധാരണയാണ്. ഹറാമുകളാണ് കൂടുതൽ എന്നാണ് നമ്മൾ പലപ്പോഴും മതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാവുക. പക്ഷെ നിങ്ങൾ ഇസ്ലാമിനെ എടുത്ത് വെറുതെ വളരെ ഫാക്ച്വൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഡെയിലി ലൈഫിലെ നിയമങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഹലാലുകളാണ് ഹറാമുകളെക്കാൾ കൂടുതൽ, സ്വാതന്ത്ര്യമാണ് പരിധികളെക്കാൾ കൂടുതൽ. പക്ഷെ പരിധിയുണ്ട് എന്നുള്ളതാണ്. സ്വാതന്ത്ര്യമാണ് പരിധികളെ കൂടുതൽ. ഈ കടലിന്റെ അതേപോലെയാണ് നമ്മൾ അള്ളാഹു മറജൽ ബഹ്റൈനി എൽത്തക്കിയാൻ, നമ്മൾ അള്ളാഹു ഇങ്ങനെ വിട്ടിരിക്കുകയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്. പക്ഷെ ബൈനഹുമാ ബർസഖ്, ഇടയ്ക്ക് എന്ത് ചെയ്യും? ഒരു ബർസഖ് ഉണ്ട്. നീ എന്ത് ചെയ്യരുത്? എല്ലാം നോക്കിക്കോ, പക്ഷെ ഇത് നോക്കരുത്. എല്ലാ സമയവും നീ എന്ത് വേണേ ചെയ്തു, പക്ഷെ നിസ്കരിക്കണം. പൈസ നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെലവഴിച്ചു, പക്ഷെ പാവങ്ങളെ നീ ഇതാക്കണം. ബർസഖ് അവിടെ ഇവിടെ ഉണ്ട്. അതെന്ത് ചെയ്യരുത്? അത് അതിക്രമിക്കരുത് എന്നാണ് ഈ ആയത്ത് വെച്ച് അള്ളാഹു പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആദം നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറയുന്ന ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ എന്താണ്? ഈ ഇൻസ്ട്രക്ഷന്റെ സൗന്ദര്യം നിങ്ങൾ നോക്കുക. വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമ എന്നാണ്. നിങ്ങൾ എന്ത് ചെയ്തോളുക? എന്ത് വേണേ കഴിച്ചോളൂ. ഹൈസു ശിഅ്തുമ, എന്ത് വേണമെങ്കിലും തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുക. വലാ തഖ്റബാ ഹാദിഹി ഷജറ, പക്ഷെ എന്ത് ചെയ്യരുത്? ഈ മരത്തെ മാത്രം സമീപിക്കരുത്. ഇത്രയേ ഉള്ളൂ പ്രശ്നം. കുറേ എല്ലാ മരത്തെയും സമീപിക്കരുത് നമ്മുടെ സ്റ്റൈലാണ്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, മറ്റേത് പോകരുത്, അവിടെ പോകരുത്. ഇത് നമ്മൾ മതത്തെ ആക്കിയെടുത്താണ്. അള്ളാഹ് പറയുന്നത് എന്താണ്? കുറെ യെസ്സുകളുടെ ഇടയിലാണ് ഒരു നോ. ഇതാണ് സൈക്കോളജി, ഇതാണ് മതം എന്ന് പറയുന്നത്. അള്ളാഹ് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് ചെയ്തോളാം? നിങ്ങൾ എന്തും തിന്നും കുടിച്ചോളാം. വലാ തഖ്റബ ഹാദിഹി ഷജറ. ഇതേപോലെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ആയത്തില് കടലുകളെ വെച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനി പരിധികൾ മോശമാണ് എന്നതും പുതിയ കാലത്തെ അല്ലെങ്കിൽ എപ്പോഴത്തെ കാലത്തെയും നമ്മളെ ചിന്തിക്കണം. പ്രത്യേകിച്ച് ലിബറലിസം ഒക്കെ ഉള്ള ഈ സമയത്ത് പരിധികൾ, നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. നമുക്കും എന്തുണ്ട്? അതുണ്ട്. മനുഷ്യനെ ഏതെങ്കിലും പരിധി വെക്കുമ്പോൾ ഇഷ്ടമില്ലാതാകുക എന്നുള്ളത് ശരിയാണ്. പക്ഷെ പരിധികളില്ലാണ്ട് സമൂഹങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? നിലനിൽക്കാൻ കഴിയില്ല. ട്രാഫിക് ലൈറ്റ് ഇല്ലാണ്ട് ഇവിടെ വണ്ടികൾക്ക് ഓടാൻ കഴിയില്ല. നിയമങ്ങളില്ലാതെ ഒരു രാജ്യത്ത് മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയില്ല. പരിധികൾ എന്ന് പറയുന്നത് മനുഷ്യ ജീവിതം നിലനിർത്താൻ വളരെ പ്രധാനമാണ്. അള്ളാഹ് പറയുന്ന പരിധിയും ഇതാണ് എന്ന് കാണാൻ കഴിയും. പരിധികൾ എന്ന് പറയുന്നതാണ്, പരിധികൾ പാലിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? നമ്മുടെ ജീവിതത്തിൽ മുത്തും പവിഴവും ഉണ്ടാക്കാൻ കഴിയുള്ളൂ. പരിധികൾ പാലിക്കുന്നിടത്താണ് നമ്മുടെ സമൂഹത്ത് മുത്തും പവിഴത്തിൻ്റെയും സൗന്ദര്യം ഉണ്ടാകുന്നത് എന്ന് കാണാൻ പറ്റും. ഷുഐബ് നബി അലൈഹി സ്വലാം സൂറ അഹ്റാഫിലെ 85-ാമത്തെ ആയത്തിൽ എന്ന് വെച്ചാൽ ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന് മനസ്സിലായ ഇസ്ലാം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആ സ്റ്റൈൽ നിങ്ങൾ നോക്കി നോക്കുക. കാലയാ കൗമി അബ്ദുല്ലാഹ മാലക്കും മിനില്ലാഹിൻ ഗൈറു. നിങ്ങൾ എന്ത് ചെയ്യുക? അള്ളാന്റെ പരിധികൾ പാലിക്കുക, ഇബാദത്ത് ചെയ്യുക. എന്താണ് അള്ളാന്റെ പരിധി എന്ന് പറഞ്ഞാല്? നിങ്ങൾ ജനങ്ങൾക്ക് അളന്നു കൊടുക്കുമ്പം അതിൽ കുറവ് വരുത്തരുത്, ജനങ്ങളെ പറ്റിക്കരുത്. അപ്പൊ ആർക്കാണ് ഗുണം? ആ പരിധി കൊണ്ട് ആർക്കാണ് ഗുണം? ജനങ്ങൾക്കാണ്. എന്നിട്ട് പറയാണ് വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ. ഭൂമി അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ നല്ല രീതിയിൽ സംവിധാനിച്ചതിന് ശേഷം അതിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? പോയിട്ട് ഫസാദ് ഉണ്ടാക്കരുത് എന്നാണ്. അള്ളാഹ് ഈ ഭൂമിയെ സംവിധാനിച്ചത് ബർസഖ്, നല്ല കൃത്യമായി കടലും അരുവികളും മരങ്ങളും നിയമങ്ങളും ഒക്കെ വെച്ചുകൊണ്ടാണ്. നമ്മളായിട്ട് പോയിട്ട് ചെയ്യരുത്, എന്ത് ചെയ്യരുത്? ഫസാദ് ചെയ്യരുത് എന്നാണ് അവിടെ പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇതേപോലെ ഇത് മനസ്സിലാക്കാൻ കടലും മത്സ്യവും വെച്ചുകൊണ്ട് അള്ളാഹു പറയുന്ന മറ്റൊരു സംഭവമാണ് സാബത്ത് നാളിന്റെ സംഭവം. നമുക്ക് ആ വിഷയം അറിയാം. എന്താണ് ആ ജനതക്ക് ഉണ്ടായിരുന്ന അള്ളാഹിന്റെ ബർസഖ് എന്തായിരുന്നു? നിയമം എന്തായിരുന്നു? ശനിയാഴ്ച ദിവസങ്ങളിൽ മത്സ്യം പിടിക്കരുത്. പക്ഷെ ആ കടലിൽ ഏറ്റവും കൂടുതൽ മത്സ്യം വരുന്നത് എപ്പോഴാണ്? ശനിയാഴ്ച നാളാണ്. എന്ന് വെച്ചാൽ പരിധികളായിരിക്കും പലപ്പോഴും നമ്മുടെ പരീക്ഷണം. നമ്മുടെ ദൗർബല്യമുള്ള മേഖലയിലായിരിക്കും നമ്മുടെ പരീക്ഷണം. ആ ജനതയോട് അള്ളാഹ് പറഞ്ഞു നിങ്ങൾ എല്ലാ ദിവസവും മത്സ്യം പിടിച്ചോ, പക്ഷെ ശനിയാഴ്ച എന്ത് ചെയ്യരുത്? മത്സ്യം പിടിക്കരുത്. അപ്പൊ ശനിയാഴ്ചയാണ് ഏറ്റവും കൂടുതൽ മത്സ്യം വരുന്നത്. നമ്മൾ വിചാരിക്കും പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, ഭയങ്കര സാഹചര്യത്തിന്റെ സമ്മർദ്ദം. ഈ സാഹചര്യം അങ്ങനെ ആകുക എന്നുള്ളത് ഈ പരിധികളുടെ ഇതാണ് എന്ന് കാണാൻ പറ്റും. ഇനി നമ്മൾ ആയത്തിലേക്ക് തിരിച്ചു വന്നാൽ, അപ്പൊ ഇത് ക്ലിയർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്? ആയത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇവിടെ അള്ളാഹു ഉപയോഗിച്ചൊരു പ്രയോഗം
ബൈനഹുമാ ബർസഹും ലാ യബ്ഗിയാൻ എന്നാണ്. ലാ യബ്ഗിയാൻ എന്ന് പറഞ്ഞാല് അവരെന്ത് ചെയ്യൂല, അതിനെ അതിക്രമിച്ച് കടക്കുകയില്ല. നിങ്ങൾ ഖുർആനിൽ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ അതിക്രമത്തെ കുറിക്കാനും അള്ളാഹു ഉപയോഗിച്ച പ്രയോഗം ബഗ എന്നാണ്. ഫിർഔനെ കുറിച്ച് പറയുന്നിടത്ത് ഇന്നഹു തഗ, പക്ഷെ ബഗ എന്നുള്ളത്, അതിക്രമം എന്നുള്ളത് മനുഷ്യന്റെ അതിക്രമത്തെ കുറിക്കാനും എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹു പറയുന്നതായിട്ട് കാണാൻ പറ്റും. മനുഷ്യന്റെ എല്ലാ അതിക്രമങ്ങളും അള്ളാഹിന്റെ ബർസഖിന് അതിര് കടക്കലാണ് എന്നതാണ് ഇതുമായി ചേർത്ത് വെച്ച് നമുക്ക് പഠിപ്പിക്കാൻ കഴിയുക. സൂറ യൂനുസില് ഇതേ കടലും കപ്പലും വെച്ചുകൊണ്ട് അള്ളാഹു ഇത് പഠിപ്പിക്കുന്നുണ്ട്. അവനാകുന്നു കരയിലും കടലിലും നിങ്ങൾക്ക് സഞ്ചാര സൗകര്യം നൽകിയത്, നമ്മളെ ഇതാക്കിയത്. എന്നിട്ട് നമ്മളിങ്ങനെ കപ്പലിൽ പോകുന്നൊരു സീൻ അള്ളാഹു വിഷ്വലൈസ് ചെയ്ത് കാണിച്ചു തരാണ്. അവരിങ്ങനെ വളരെ സമാധാനത്തോടു കൂടി കപ്പലിൽ യാത്ര ചെയ്യുമ്പം പെട്ടെന്നൊരു കൊടുങ്കാറ്റ് വന്നെത്തി. എല്ലായിടത്തു നിന്നും തിരമാലകൾ അവർക്ക് നേരെ വന്നു. എന്ന് വെച്ചാൽ സിസ്റ്റം മെല്ലെ തകർന്നാണ്, പെട്ടെന്ന് ഇടക്ക് സിസ്റ്റം തകരാണ്, കടൽ ഇതാണ് വന്നു. തങ്ങൾ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് അവര് വിചാരിച്ചു. അപ്പോൾ അവൻ അവരോട് പ്രാർത്ഥിച്ചു. അവരെന്ത് ചെയ്തു, അവനോട് പ്രാർത്ഥിച്ചു, പടച്ചവനെ ഞങ്ങളെ നീ ഇതിൽ നിന്നും രക്ഷപ്പെടുത്തിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഏറ്റവും നല്ല ആൾക്കാരായിട്ട് മാറുമെന്ന് എന്ത് ചെയ്ത് അവര് പ്രാർത്ഥിക്കും. അവരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവർ ചെയ്തതിനെ കുറിച്ച് അള്ളാഹ് പറയുന്നത് ഫലമ്മ അഞ്ചാഹും ഇദാഹും യബ്ഗൂന ഫിൽ അർള് എന്നാണ്. അവരെ രക്ഷപ്പെടുത്തിയപ്പോൾ അവരെന്ത് ചെയ്തു, അവരെന്ത് ചെയ്തു, അതിക്രമം കാണിച്ചു. ആ കടലിന്റെ അതിക്രമത്തെ കുറിച്ച് പറയുന്ന പോലെ തന്നെ കടലിൽ വെച്ചുകൊണ്ട് കടലിനെ രക്ഷപ്പെടുത്തിയപ്പോൾ മനുഷ്യന്റെ അതിക്രമത്തെയും അള്ളാഹു പറയുന്നതായിട്ട് കാണാൻ കഴിയുന്നു എന്ന് കാണാൻ പറ്റും. ഇനി ഇതിൽ നിങ്ങൾ ഖുർആനിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കപ്പലിനെ വെച്ചുകൊണ്ട് അള്ളാഹു കുറേ സ്ഥലങ്ങളിൽ ഒരു വിഷയം പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഈ കപ്പലിലെ യാത്ര വെച്ചുകൊണ്ട് ഒരു 5-6 സ്ഥലങ്ങളിൽ ഖുർആനിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഇത്രയും തവണ സൃഷ്ടാവ് ഒരു സാധനം റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ അർത്ഥം ബേസിക് മാനസികാവസ്ഥയിൽ നമുക്ക് ഈ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് അള്ളാഹു അത് റിപ്പീറ്റ് ചെയ്യുന്നത്. അള്ളാഹ് പറയുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. സൂറ ഇസ്രായിൽ 66 മുതൽ 69 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു ഇതിനെ പറയുന്നത് റബ്ബുക്കുമുല്ലദീ യുസ്ജീ ലക്കുമുൽ ഫുൽക്ക് എന്ന് വെച്ചാൽ റബ്ബാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളെ കപ്പലിൽ യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് കഴിവ് തന്നത്. ലി തബ്തഗൂ മിൻ ഫളിഹി, അവന്റെ ഫളില് തേടാൻ വേണ്ടി. ഇന്നഹു കാന ബിക്കും റഹീമ, അവൻ എന്താണ്, റഹീമാണ്. എന്നിട്ട് പറയാണ് വഇദാ മസ്സകുമുർ ഫിൽ ബഹർ, കടലിൽ വെച്ച് അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ലല്ല മൻ തദഊന ഇല്ലാ ഇയ്യാ, അവനല്ലാതെ അവർ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന എല്ലാവരും അവരുടെ എന്ത് ചെയ്യും, അവരെ മനസ്സിന്ന് മറന്നു. കാരണം അവർ മരിക്കാൻ പോവാണ്. ഫലമ്മ നജ്ജാക്കും ഇലൽ ബർരി അറൽത്തും, പക്ഷേ അവൻ രക്ഷപ്പെടുത്തിയാൽ കരയിലെത്തിയാൽ എന്ത് ചെയ്യുന്നു, അവര് തിരിഞ്ഞു കളയുന്നു. അപ്പം ഒരു പ്രശ്നം വരുമ്പം, അപകടം വരുമ്പം, ഒരു ജോലി നഷ്ടം വരുമ്പം, സങ്കടം വരുമ്പം, ആരെങ്കിലും ജീവിതത്തിൽ മരിക്കുമ്പം, വിഷമം വരുമ്പം, സിസ്റ്റം തകരുമ്പം, റോഡിൽ മര്യാദക്ക് കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാനെ ഓർക്കൂല. പക്ഷെ പെട്ടെന്ന് കാറ് ബ്രേക്ക് ഡൗൺ ആകുമ്പം, റോഡ് തകർന്നു വീഴുമ്പം, പ്രളയം വരുമ്പം എന്ത് ചെയ്യും, പെട്ടെന്ന് അള്ളാനെ ഓർമ്മ വരും. അള്ളാഹ് അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് പിന്നെയും കുറെ നാൾ നമ്മളെ കാറിൽ ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് ചെയ്യുമ്പോൾ അള്ളാഹ് എന്ത് ചെയ്യും, നമ്മൾ മറന്നു പോകും. ഇതാണ് പറയുന്നത് വക്കാനൽ ഇൻസാന കഫൂറ, ഇൻസാൻ എന്താണ്, എപ്പോഴും നന്ദി കെട്ടവനാണ് എന്ന് പറയുന്നത്. എന്നിട്ട് അള്ളാഹ് ചോദിക്കുകയാണ് ആരോട്, ഈ കടലിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ട് കരയിൽ കൊണ്ടുവന്നപ്പം തിരിഞ്ഞു കളഞ്ഞവരോട് അള്ളാഹ് ചോദിക്കുകയാണ് അഫ അമിൻതും, നിങ്ങൾ വളരെ സുരക്ഷിതരായിട്ട് തോന്നുന്നുണ്ടോ, ഐ യഖ്സിഫ ബിക്കും ജാനിബൽ ബർരി ഔ യുർസില അലൈക്കും ഹാസിബ സുമ്മ ലാ തജിദൂ ലക്കും വക്കീല, കരയുടെ ഭാഗത്ത് തന്നെ അവൻ നിങ്ങളെ ആഴ്ത്തിക്കളയുകയോ അല്ലെങ്കിൽ അവൻ നിങ്ങളുടെ നേരെ ഒരു ചരൽമയ അയക്കുകയോ ചെയ്യുകയും ചെയ്യുന്നതിൽ നിന്നും നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണോ എന്നാണ് പറയുന്ന. മനസ്സിലാണല്ലോ അല്ലെ, കടലിൽ നിന്നും രക്ഷപ്പെടുത്തിയപ്പം കടലിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞാൽ കരയിൽ നിന്നുകൊണ്ട് അള്ളാനെ കുഫ്ർ ചെയ്യാണ്. അപ്പൊ അള്ളാഹ് ചോദിക്കുകയാണ് ആ കരയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ആഴ്ത്തി കളയൂല, നിങ്ങൾക്ക് എന്താ ഇത്ര ഉറപ്പ്, അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ ചരൽമല വന്നിട്ട് നിങ്ങളെ ഇതാക്കുന്നു, എന്താണ് നിങ്ങളെ ഉറപ്പ് എന്നാണ് അള്ളാഹുവിടെ ചോദിക്കുന്നത്. എന്നിട്ട് പിന്നെ ചോദിക്കുകയാണ്, എത്ര ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കാം. അള്ളാഹ് ചോദിക്കുകയാണ് അമിൻതും ഐ യുഈദകും ഫീഹി താറത്തൻ ഉഖ്റ, നിങ്ങളെ വീണ്ടും ഒരു പ്രാവശ്യം കടലിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതേ പ്രശ്നം നിങ്ങൾക്ക് വരൂല എന്ന് നിങ്ങൾക്ക് എന്താണ് ഉറപ്പ് എന്ന് അള്ളാഹു ചോദിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഈ ഒരു സീക്വൻസ്, ഈ ഒരു വിഷ്വലൈസേഷൻ ഖുർആനിൽ കുറേ സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട്. മനുഷ്യന്റെ ഒരു ബേസിക് മാനസികാവസ്ഥയുടെ പ്രശ്നമാണ് അള്ളാഹു പറയുന്നത്. എന്താണ് ആ മാനസികാവസ്ഥ? 2 പാഠങ്ങളാണ് ഈ ഒരു സീക്വൻസ് നമുക്ക് തരുന്നത്. ഒന്നാമത്തെ പാഠം, മനുഷ്യന്റെ മാനസികാവസ്ഥയുടെ ഒരു പ്രശ്നം
വ്യവസ്ഥ കൃത്യമായി ചലിക്കുമ്പം അവൻ വളരെ കംഫർട്ടബിൾ ആയിരിക്കും, എല്ലാം മറന്നിട്ടായിരിക്കും, എല്ലാം അവന് സാധാരണയായിരിക്കും. വളരെ വ്യവസ്ഥ കൃത്യമായി ചലിക്കാന്ന് പറഞ്ഞാൽ സൂര്യൻ അതിൻ്റെ സമയത്ത് ഉദിക്കുന്നു, മഴ പെയ്യുമ്പോൾ ഒരു പ്രശ്നമില്ല, പ്രളയമില്ല, നദിയിലൊക്കെ നമുക്ക് കവിതയൊക്കെ എഴുതി പോവാം. ഇങ്ങനെയുള്ള അവസ്ഥയിൽ മനുഷ്യൻ ഒരിക്കലും ചിന്ത വർക്ക് ചെയ്യൂല, അവൻ കംഫേർട്ട് സോണിലായിരിക്കും, അവൻ ഇങ്ങനെ ജീവിക്കും. തനിക്ക് നിയന്ത്രണമുണ്ട് എന്നും കരുതും. ഇപ്പോൾ നമ്മൾ കാണുന്ന എല്ലാതരം യുക്തിവാദങ്ങളും ദൈവത്തെ നിഷേധിക്കലും എന്താണ്? നമുക്ക് നിയന്ത്രണമുണ്ട്, കപ്പൽ എൻ്റെ നിയന്ത്രണത്തിലാണ്, പ്ലെയിൻ എൻ്റെ നിയന്ത്രണത്തിലാണ് എന്നതാണ് നമുക്ക് നിയന്ത്രണം എന്ന് വിചാരിക്കും. എപ്പോൾ? വ്യവസ്ഥ കൃത്യമായിട്ട് ചലിക്കുമ്പോൾ എല്ലാം അറിയാമെന്ന് കരുതുന്നു. സൃഷ്ടാവിനെ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമില്ല എന്നതാണ്. എന്തിനാ സൃഷ്ടാവിനെ ആലോചിക്കുന്നത്? എല്ലാം വളരെ പെർഫെക്റ്റ് ആണ്. പക്ഷേ വ്യവസ്ഥ തെറ്റുമ്പോൾ, വ്യവസ്ഥ തെറ്റിയിട്ട് കുറേ കാലമൊന്നും വേണ്ട, വ്യവസ്ഥ തെറ്റുന്ന ആദ്യത്തെ സെക്കൻഡിൽ അവൻ നിയന്ത്രണത്തെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങും. മനുഷ്യന്റെ മാനസികാവസ്ഥയാണ്. നിങ്ങൾ ഒരു അസുഖം വന്നോട്ടെ, അസുഖം വരണ്ട, അസുഖത്തിന്റെ ഒരു ചെറിയ ലാഞ്ചന മതി, തലവേദന ഭയങ്കര മൈഗ്രെയിൻ വേണ്ട, തലവേദന ഒരു തുടക്കം മതി, അപ്പം നമ്മൾ ആലോചന സ്റ്റാർട്ട് ചെയ്യും. എൻ്റെ തല അള്ളാഹ് തന്ന അനുഗ്രഹമല്ലേ, ഇതെങ്ങനെയാണ്, ഇതില്ലാത്ത എത്ര ദിവസം ഉണ്ടായിരുന്നു. പ്രളയം വന്നിട്ട് ആദ്യത്തെ തന്നെ ഭൂമി, അതിൻ്റെ മണ്ണിൻ്റെ ഉറപ്പ്, ഇതൊക്കെ പടച്ചവനല്ലേ, ഞാൻ മറന്നുപോയല്ലോ. വ്യവസ്ഥ തെറ്റുമ്പം മനുഷ്യൻ എന്ത് ചെയ്യും? ആലോചിക്കാൻ തുടങ്ങും, ചിന്ത ഉണരും, അതിൻ്റെ പിന്നിലുള്ള ശക്തിയെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങും, സ്വയം നിസ്സാരത അവൻ അറിയും എന്നുള്ളതാണ്. പക്ഷെ ഖുർആൻ പഠിപ്പിക്കുന്നത് എന്താണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഖുർആൻ ആയത്തുകൾ നോക്കുമ്പം ഖുർആൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ മരണത്തോടടുക്കുമ്പമല്ല അള്ളാഹിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. നിങ്ങൾക്ക് രോഗം വരുന്ന സമയത്ത് മാത്രമല്ല അള്ളാഹിനെ കുറിച്ച് ആലോചിക്കുന്നത്. നിങ്ങൾ ഖുർആന്റെ ആയത്തുകളായിട്ട് പറഞ്ഞതൊക്കെ നോക്കുക, വ്യവസ്ഥയെക്കുറിച്ചാണ്. ഭൂമി വളരെ പെർഫെക്റ്റ് ആയിരിക്കുമ്പോൾ നിങ്ങൾ പടച്ചവനെ കണ്ടെത്തണം. നിങ്ങൾക്ക് ആരോഗ്യമുള്ളപ്പം ആരോഗ്യം തന്നവനെ കുറിച്ച് ആലോചിക്കണം. സമയമുള്ളപ്പം സമയം തന്നവനെ ആലോചിക്കാനുള്ള ബോധം നമുക്ക് വേണം. ഇത് കഴിഞ്ഞിട്ട് ആലോചിക്കുന്നത് എന്ന് പറയുന്നത് തികച്ചും ഭൗതികതയാണ്. എന്തുകൊണ്ടാണ്? നമുക്ക് സ്വയം നഷ്ടങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പടച്ചവനെ ഓർക്കുന്നത്. എന്ത് നഷ്ടമാണ് വരുന്നത്? ഭൗതികമായ നഷ്ടമാണ്. ഇതാണ് ഒന്നാമത്തെ പാഠം. എന്ന് വെച്ചാൽ നമുക്ക് ഉള്ളപ്പോൾ, വ്യവസ്ഥ ഉള്ളപ്പം പടച്ചവനെ ആലോചിക്കാൻ കഴിയണം എന്നുള്ളതാണ് ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം, ഈ കപ്പലിൻ്റെ സീക്വൻസ് തരുന്ന രണ്ടാമത്തെ പാഠം, പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥ നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നുള്ളതാണ്. അതാണ് അള്ളാഹ് അവിടെ പറയുന്നത്. കാറ്റ് കൊടുങ്കാറ്റാവും, നോർമൽ കാറ്റാവും, സംഭവങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല. നാളെ ചിലപ്പോൾ പ്ലെയിന് തകരും, മറ്റന്നാൾ പ്ലെയിന് മര്യാദയ്ക്ക് പോകും, നാളെ എൻ്റെ ജോലി പോകും, മറ്റന്നാൾ. ഇതെൻ്റെ നിയന്ത്രണത്തിലല്ല. നമുക്ക് എഫേർട്ട് എടുക്കാം, പക്ഷെ എൻ്റെ നിയന്ത്രണത്തിലല്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നിലപാടും പ്രതികരണവും ശരിയാക്കുക എന്നുള്ളതാണ്. ഇത് മാത്രമേ നമ്മളെ ഡ്യൂട്ടി ഉള്ളൂ. എന്ന് പറഞ്ഞാൽ മനുഷ്യന് സംഭവങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല, പ്രതികരണമാണ് നമ്മുടെ നിയന്ത്രണത്തിൽ. സംഭവങ്ങളെ നമുക്ക് നമ്മുടെ മാക്സിമം ചെയ്യണം എന്നുള്ളത് ഇസ്ലാമിന്റെ പാഠമാണ്. പക്ഷെ സംഭവങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല. ആ നിയന്ത്രണത്തിലില്ലാത്ത അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ എത്ര വലിയ മുഅ്മിനായാലും നിങ്ങളുടെ ജീവിതത്തിൽ വിഷമങ്ങൾ വരും, സന്തോഷം വരും. ഇത് രണ്ടിനോടും പ്രതികരണമാണ് അള്ളാഹു നോക്കുന്നത്. കടലിൽ കൊടുങ്കാറ്റ് വരുമ്പോഴും കൊടുങ്കാറ്റ് ഇല്ലാത്തപ്പോഴും എൻ്റെ പ്രതികരണമാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വിശ്വാസിയുടെ സ്വഭാവം എന്ന് പറയുന്നത് അവന് വിഷമം വന്നാലും അൽഹംദുലില്ലാഹ്, സന്തോഷം ഉണ്ടാകുമ്പോഴും അവന് പടച്ചവനെ ഓർക്കുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് എന്ന് കാണാൻ പറ്റും. ഇതാണ് ഈ ആയത്തുകളുടെ ഇത്. വളരെ സുന്ദരമായി നിങ്ങൾ ഒന്ന് പോയിട്ട് സ്വന്തമായിട്ട് വായിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം അത്രയും സൗന്ദര്യമുള്ള, അത്രയും യുക്തിയുള്ള, അത്രയും ശാസ്ത്രമുള്ള, അതിൻ്റെയൊക്കെ അപ്പുറത്ത് പടച്ചവനെ ലോജിക്കലായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന, മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന വളരെ സുന്ദരമായ ആയത്താണ്. പടച്ചവൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് അവനെ കണ്ടെത്താൻ ഉള്ള ഈമാനും തിരിച്ചറിവും അറിവും ഒക്കെ അള്ളാഹു നമുക്ക് ധാരാളമായി നൽകുമാറാകട്ടെ. അള്ളാഹു ഇറാനിലെയും ഫലസ്തീനിലെയും എല്ലാ കഷ്ടതകൾ അനുഭവിക്കുന്ന ലോകത്തുള്ള ജനതകൾക്കൊക്കെ സമാധാനവും സഹായവും ഒക്കെ അള്ളാഹു നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.